ഹലോ എവ്രി വൺ, വെൽക്കം ടു PSC സെൻട്രൽ. ഇന്ന് നമുക്ക് സിംപ്ലിഫിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് നേരത്തെ SSC RRB എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് 12 പ്ലസ് റൂട്ട് 12 പ്ലസ് റൂട്ട് 12 പ്ലസ് റൂട്ട് 12 പ്ലസ് അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 12ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഫാക്ടേഴ്സ് എടുത്താൽ പോരാ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വരുന്ന ഫാക്ടേഴ്സ്, അതായത് തൊട്ടടുത്തുള്ള നമ്പേഴ്സ് പ്രോഡക്റ്റ് വരുന്ന ഫാക്ടേഴ്സ് തന്നെ എടുക്കണം. അപ്പോൾ ഇവിടെ 3 × 4 എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള നമ്പറാണ്, ആ തമ്മിലുള്ള ഡിഫറൻസും ഒന്നാണ്. പക്ഷേ 12ൻ്റെ വേറൊരു ഫാക്ടറാണ് 6 × 2 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് 6 × 2 എടുക്കാൻ പറ്റില്ല, കാരണം 6ഉം 2ഉം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ല. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള നമ്പേഴ്സാണ്. ഓക്കെ, അതായത് ഇപ്പോൾ 3, 4, 4, 5 അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇനി 3 × 4 എടുത്തു. ഇനി ഇവിടെ ചെക്ക് ചെയ്യുക, എല്ലാം പ്ലസ് ആണ്. 12 പ്ലസ് റൂട്ട് 12 പ്ലസ് റൂട്ട് 12 പ്ലസ് റൂട്ട് 12. അപ്പം നമ്മുടെ ആൻസർ ഏകദേശം ആയിക്കഴിഞ്ഞു. പ്ലസ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ വലിയ നമ്പർ, അതിലേതാണോ വലിയ നമ്പർ അതായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ 3ലും 4ലും 4 ആണ് വലിയ നമ്പർ. സോ നമ്മുടെ ആൻസർ കിട്ടി. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റൂട്ട് 12 പ്ലസ് റൂട്ട് 12 പ്ലസ്, ഈ ക്വസ്റ്റ്യനിൽ പ്ലസ് ആണ് വരുന്നതെങ്കിൽ അപ് ടു ഇൻഫിനിറ്റി വരെ പ്ലസ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ലാർജസ്റ്റ് നമ്പർ ആയിരിക്കണം എടുക്കേണ്ടത്. ഇനി സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മൈനസ് ഇട്ടൊന്ന് ചെയ്ത് നോക്കാം. റൂട്ട് 12 മൈനസ് റൂട്ട് 12 മൈനസ് റൂട്ട് 12 അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇങ്ങനെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യത്തെ പ്ലസ്സിന് പകരം ഇവിടെ മൈനസ് വന്നു. അപ്പോൾ ഈ കേസിൽ നമ്മൾ എടുക്കേണ്ടത് സ്മോളസ്റ്റ് നമ്പറാണ്. അപ്പോൾ മൈനസ് വരുമ്പോൾ തന്നിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ സ്മോളസ്റ്റ് നമ്പറാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അതായത് അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ കണ്ടില്ലേ, 3 × 4 എന്ന് പറയുമ്പോൾ 3ഉം 4ഉം അടുത്തടുത്ത നമ്പറാണ്, തമ്മിലുള്ള ഡിഫറൻസ് 1, അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. അടുത്തടുത്ത നമ്പേഴ്സ് വരുമ്പോൾ മാത്രമേ ഡിഫറൻസ് 1 വരുള്ളൂ. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ ഇതിൽ ഏതാണ്? 3. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 3 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ പ്ലസ് വരുന്ന കേസിൽ ലാർജസ്റ്റ് നമ്പർ എടുക്കുക, മൈനസ് വരുന്ന കേസിൽ സ്മോളസ്റ്റ് നമ്പർ എടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ എടുക്കാം. റൂട്ട് 20 പ്ലസ് റൂട്ട് 20 പ്ലസ് റൂട്ട് 20 അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് 20നെ അടുത്തടുത്ത നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? അങ്ങനെ വരുന്ന ഫാക്ടേഴ്സ് പറയുന്നത് 4 × 5 ആണ്. 4 × 5 20 ആണ്. 4ഉം 5ഉം അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്. 4ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അപ്പോൾ ഇതിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓർത്തിരിക്കാം. ഇപ്പോൾ 20യുടെ ഫാക്ടേഴ്സ് 4 × 5 ആണ്. അപ്പോൾ പ്ലസ് ആണല്ലോ, അപ്പോൾ നമ്മൾ ലാർജസ്റ്റ് നമ്പർ ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ ഇവിടെ 5 ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ 5 എന്ന് തന്നെ കിട്ടി. ഇത് SSC RRB ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള PSCയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് എളുപ്പത്തിൽ കിട്ടുന്നൊരു ക്വസ്റ്റ്യനാണിത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ മൈനസ് ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം സ്മോളസ്റ്റ് നമ്പർ, ഈ സ്മോളസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 4 ആണല്ലോ. അപ്പോൾ നമ്മൾ മൈനസ് വരുമ്പോൾ സ്മോളസ്റ്റ് നമ്പറും പ്ലസ് വരുമ്പോൾ ലാർജസ്റ്റ് നമ്പറും എടുക്കുന്നു. അപ്പോൾ മൈനസ് വരുന്ന കേസിൽ സ്മോളസ്റ്റ് നമ്പറായിട്ട് 4 വരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇത് കേരള PSCയിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ SSC RRBയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതും നേരത്തെ ചോദിച്ചിട്ടുള്ളതായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. √5 അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്, അവിഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ 5ന് ആ നമ്പറും ഒന്നുമല്ലാതെ വേറൊരു ഫാക്ടറും ഇല്ല. അപ്പോൾ 5ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 5ഉം തന്നെയായിരിക്കും. 5 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ പ്രൈം നമ്പർ വരുന്ന കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റില്ല, അത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഫോർമുല √4x+1. ഈ √4x+1 ഒരു ടേമാണ്. പിന്നെ +1 the whole divided by 2. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ √4x+1 +1/2 ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ പ്രൈം നമ്പറാണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ √4 × 5 + 1. ഈ 4 × 5 + 1 റൂട്ടിനകത്ത് തന്നെ വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ +1/2. അപ്പോൾ √4 × 5 + 1 എന്ന് പറയുന്നത് √21 എന്ന് കിട്ടും. അപ്പോൾ √21 + 1 the whole divided by 2. അപ്പോൾ നമ്മുടെ ആൻസർ അങ്ങനെ തന്നെ സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ ഈ ഫോർമുല എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഇതൊരു 5-6 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫോർമുല പഠിക്കാൻ പറ്റും. ഒന്നുകൂടെ നോക്കാം. √7 - √7 - √7 അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെയും 7 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ ഫോർമുല യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ √4x+1 കഴിഞ്ഞിട്ട് -1/2 എന്ന് വേണം എഴുതാൻ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. പ്രൈം നമ്പർ ഉള്ളതിൽ മൈനസാണ് വരുന്നതെങ്കിൽ ഈ √4x+1 കഴിഞ്ഞിട്ട് മൈനസ് എഴുതുക. പ്ലസ് ആണെങ്കിൽ ആ റൂട്ട് കഴിഞ്ഞിട്ടുള്ള പാർട്ട് പ്ലസ് എഴുതുക. പിന്നെ നേരത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. √x ഇവിടെ 7 ആണ്. അപ്പോൾ √4 × 7 + 1 - 1 the whole divided by 2. അപ്പോൾ 4 × 7 28 ആണ്. 28 + 1 √29 - 1/2 എന്ന് കിട്ടും. ഇപ്പോൾ √29 - 1/2 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്കിനി ഈ √29 നമുക്ക് പിന്നെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ അതും കൂടെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്.